You need to identify the sentence with incorrect usage. തെറ്റായിട്ട് ഉപയോഗിച്ചിരിക്കുന്നതാണ് നമ്മൾ ബി പ്ലസ് ing ചേർക്കുന്നതാണ്. അത് സാധാരണഗതിയിലുള്ള ഒരു സെന്റൻസ് സ്ട്രക്ചറിൽ നമ്മൾ ഉപയോഗിക്കുന്നതല്ല. ഹലോ ആസ്പിറൻസ്, വെൽക്കം ടു എൻട്രി. RBI ഗ്രേഡ് ബി ഫേസ് 1 എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് വീഡിയോയുടെ പാർട്ട് 2 ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണുന്നത്. ആകെയുള്ള 30 ചോദ്യങ്ങളിലെ 15 ചോദ്യങ്ങൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ 16 ക്വസ്റ്റ്യൻസ് വരെ ചെയ്ത് തീർത്തിരുന്നു. അതിന്റെ കണ്ടിന്യൂഷനുള്ള ബാക്കി ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എൻ്റെ പേര് ജെറൻ. വൺസ് അഗെയിൻ വെൽക്കം ടു എൻട്രി. ക്വസ്റ്റ്യൻ നമ്പർ 97 എന്ന് പറയുന്നത് in the question below, a phrase has been mentioned. The phrase has been used in the following sentences. One of these sentences is using the phrase inappropriately. Identify the sentence with the incorrect usage. ഞാൻ പറഞ്ഞിരുന്നു, ഫ്രേസൽ വെർബുകൾ അല്ലെങ്കിൽ ഇഡിയംസ് ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു 6 ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഔട്ട് ഓഫ് 30 ഒരു 5 to 6 ക്വസ്റ്റ്യൻസ് ക്യാൻ ബി ഡയറക്ട്ലി ഫ്രം എ ഫ്രേസ് ഓർ എൻ ഇഡിയം. അപ്പം അത്തരത്തിലുള്ള ഒരു ഫ്രേസ് വെച്ചുകൊണ്ടാണ്, ഫ്രേസൽ വെർബിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണിത്. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഗിവ് എ ബിഗ് ഹാൻഡ് എന്നുള്ളതാണ്. ഗിവ് എ ബിഗ് ഹാൻഡ്, അത് നമുക്ക് ഷേക്ക് ഹാൻഡുമായിട്ട് നമ്മൾ ഒരു പക്ഷെ കൺഫ്യൂസ് ചെയ്തേക്കാം. എന്താണ് ഗിവ് എ ബിഗ് ഹാൻഡ് എന്ന് വെച്ചാൽ? ടു ഗിവ് എ ബിഗ് അപ്ലൗസ് എന്നുള്ളതാണ്. നമ്മളൊരാൾ ചെയ്ത കാര്യത്തിന് അയാളെ പ്രശംസിക്കുന്നതിനെയാണ് ഗിവ് എ ബിഗ് ഹാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ആ അർത്ഥം നമുക്കറിയാമെങ്കിൽ ഈ 3 സെന്റൻസിൽ എവിടെയാണ് കൃത്യമായിട്ട് ഈ ഒരു പ്രയോഗം നടത്തിയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. You need to identify the sentence with incorrect usage. തെറ്റായിട്ട് ഉപയോഗിച്ചിരിക്കുന്നതാണ് നമ്മളിവിടെ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ആൻഡ് വൺസ് അഗൈൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ക്വസ്റ്റ്യൻസ് വളരെ ശ്രദ്ധിച്ച് വായിക്കുക എന്നുള്ളതാണ്. ഇൻകറക്റ്റ് യൂസേജ് ആണോ അതോ അപ്രോപ്രിയേറ്റ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നതാണോ ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടാണോ? നമ്മുടെ എക്സാമിന് ആൻസർ അറ്റംപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ അപ്രോപ്രിയേറ്റും ഇൻഅപ്രോപ്രിയേറ്റ് ഒക്കെ പെട്ടെന്ന് വായിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. സോ റീഡ് റിയലി കെയർഫുള്ളി. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇൻകറക്റ്റ് യൂസേജ് ആണ്. So as the curtains drew to a close on the awe-inspiring performance, the audience, captivated by the breathtaking display of a talent, collectively rose to their feet, unleashing a resounding applause that reverberated through the auditorium, an exultant gesture to give a big hand to the exceptional artist. അപ്പൊ ആർട്ടിസ്റ്റിന് കൊടുത്തതാണ്, ആർട്ടിസ്റ്റിന്റെ ഗംഭീരമായിട്ടുള്ള എക്സ്യൂബറന്റ് ആയിട്ടുള്ള പെർഫോമൻസിന് കൊടുത്തതാണ് give a big hand എന്ന് പറയുന്നത്. So the usage is right. In the ever-evolving landscape of technological advancements, the field of artificial intelligence had made tremendous strides progressively by giving a big hand. ഇവിടെ നോക്കുക, ബൈ ഗിവിങ് എ ബിഗ് ഹാൻഡ്. അവിടെ അപ്ലൗസ് ചെയ്തു എന്നുള്ളതല്ല, ഇവിടെ ഒരു ലെൻഡിങ് എ ഹെൽപ്പിംഗ് ഹാൻഡ് എന്ന് പറയുന്ന രീതിയിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ ഒരു സഹായം കൈനീട്ടി എന്ന് പറയുന്ന പോലെ ടു ലെൻഡ് എ ഹാൻഡ് എന്ന് നമ്മൾ പറയും, ടു ഓഫർ എ ഹെൽപ്പ് എന്നുള്ള അർത്ഥത്തിൽ. ഏതാണ്ട് ആ ഒരു കോണ്ടെക്സ്റ്റ് ആണ് രണ്ടാമത്തെ സെന്റൻസിൽ വന്നിരിക്കുന്നത്. സോ ദിസ് വൺ ഈസ് ഡെഫിനറ്റ്ലി എ റോങ് യൂസേജ്. മൂന്നാമത്തെ സെന്റൻസ് നോക്കാം. Amidst the tense atmosphere of boardroom, the formidable CEO, known for their uncompromising demeanor, unleashed a torrent of scathing criticism, meticulously dissecting each member's performance with a meticulously articulated barrage of words, effectively giving them a big hand and leaving no room for doubt about her dissatisfaction, as she sought to instill a sense of accountability and drive for excellence within the team. So sentence secondile ഉപയോഗം തെറ്റാണ്. Now let's see the third sentence. Amidst the tense atmosphere of a boardroom, the formidable CEO, known for her uncompromising demeanor, unleashed a torrent of scathing criticism, meticulously dissecting each member's performance with a meticulously articulated barrage of words, effectively giving them a big hand. ഇവിടെയും അപ്ലൗസ് എന്നല്ല, ഇവിടെ ക്രിട്ടിസൈസ് ചെയ്യുന്നതാണ്. ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ ഒരിക്കലും ഒരാൾക്ക് അപ്ലൗസ് കൊടുത്തു എന്നുള്ള രീതിയിൽ അവിടെ പറയാൻ സാധ്യതയില്ല. സോ തേർഡ് വണ്ണിലും ഉപയോഗിച്ചിരിക്കുന്നത് തെറ്റായിട്ടാണ്. നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് ശ്രദ്ധിക്കുക. A, only 2 and 3, only 1 and 3, only 2, only 3. അപ്പൊ നമുക്ക് തെറ്റായിട്ട് വന്നിരിക്കുന്നത് 2 and 3 എന്നുള്ള ഓപ്ഷൻ ആണ്, which gives us answer A. ഇവിടെ രണ്ടിടത്തും ആൻസർ തെറ്റായിട്ടാണ്, അല്ലെങ്കിൽ ആ ഫ്രേസ് തെറ്റായിട്ടായിരുന്നു ഉപയോഗിച്ചിരുന്നത്. Give a big hand means to give one a loud or enthusiastic round of applause, usually as a show of approval or appreciation. നമ്മൾ അപ്രിസിയേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന അപ്ലോസിനെയാണ് give a big hand എന്ന് പറയുക. So next question, അടുത്തത് ത്രാഷ് ഔട്ട്. വീണ്ടും ഒരു ഫ്രേസൽ വെർബ് വെച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ആണ്.
ത്രാഷ് ഔട്ട് ചെയ്യുക. ത്രാഷ് ഔട്ട് മീൻസ് ടു ഡിസ്കസ് ഓവർ എ പ്രോബ്ലം ടു ഫൈൻഡ് എ പെർഫെക്റ്റ് സൊല്യൂഷൻ എന്നുള്ളതാണ്. ഒരു പരിഹാരത്തിന് വേണ്ടിയിട്ട് ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് ടു ത്രാഷ് ഔട്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ലെറ്റ്സ് സീ വാട്ട് ആർ ദി സെന്റൻസസ് ഹിയർ. In the midst of committing priorities and resource constraints, that ambitious project that had once held great promises and garnered significant attention found itself thrust into the background as shifting circumstances and pressing urgencies necessitated a difficult decision to thrash out. But to thrash out, you need to find out the sentence with incorrect usage ആണ് നമുക്ക് കണ്ടെത്തേണ്ടിയിരുന്നത്. Let's see the other sentences. In the crucible of heated debates and intense negotiations, the stakeholders representing diverse perspectives and conflicting interests engaged in an arduous process of discourse and deliberation, meticulously analyzing each issue, exploring alternative solutions, and persistently seeking common ground to thrash out a comprehensive agreement. To thrash out a comprehensive agreement. അടുത്ത സെന്റൻസ് നോക്കാം. ആസ് ദി മിഡ് നൈറ്റ് അവർ അപ്രോച്ച് ദി എക്സോഷൻ സെറ്റിൽഡ് ഇൻ, ദ നെഗോഷിയേറ്റിംഗ് പാർട്ടീസ് ഡ്രിവൺ ബൈ എ ഷെയർഡ് ഡിറ്റർമിനേഷൻ ടു ഫൈൻഡ് കോമൺ ഗ്രൗണ്ട് ആൻഡ് ഓവർകം seemingly insurmountable differences, immersed themselves in an intense marathon of deliberation, engaging in rigorous debates, passionately advocating their positions and meticulously dissecting each contentious issue as they endeavored to thrash out a mutually acceptable agreement. A comprehensive agreement, mutually acceptable agreement. ഇവിടെ രണ്ടിടത്തും കറക്റ്റ് ആണ്. ആൻഡ് ഓൺലി വണ്ണിൽ അത് ഉപയോഗിച്ചിരിക്കുന്നത് തെറ്റായിട്ടാണ്. ടു ഗെറ്റ് ഇൻ ടു എ പ്രോബബിൾ സൊല്യൂഷൻ ആണ് ത്രാഷ് ഔട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ. സോ ദി ആൻസർ ഇസ് ഡെഫിനറ്റ്ലി ബി ആണ് ആൻസർ. 1 എന്നുള്ളതാണ്. ടു ഡിസ്കസ് എ പ്രോബ്ലം ടു റീച്ച് എ സൊല്യൂഷൻ എന്നുള്ളതാണ് ത്രാഷ് ഔട്ട് എന്ന് പറയുന്ന ഫ്രേസിന്റെ അർത്ഥം. Now this is the most easiest part of the whole question paper, I would say. Fillers ആണ്. ഫില്ലേഴ്സിൽ തന്നെ വൊക്കാബുലറി ബേസ്ഡ് ഫില്ലേഴ്സ് ആണ്. നമ്മൾ ആ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് സ്യൂട്ടബിൾ ആയിട്ടുള്ള വേർഡ് കണ്ടുപിടിക്കുക എന്നുള്ളത് മാത്രമേ നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. Now we have a whole set of paragraph here. അതിൽ fill in the blank 2 ആണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. blank 2 എന്ന് പറയുന്നത് രണ്ടാമത്തെ സെന്റൻസിൽ. At the heart of the matter lies the dash fact that several European countries heavily rely on Russian imports to meet their energy demands. Lies the dash fact. ഈ ഫാക്ട് എന്ന് പറയുന്ന വാക്കിന്റെ കൂടെ നമ്മൾ കോമൺ ആയിട്ട് പലപ്പോഴും കണ്ടിട്ടുള്ള ഒരു ആഡ്ജക്റ്റീവ് ആണ് അൺഡിനയബിൾ. നമുക്ക് തർക്കിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ തള്ളിക്കളയാനാവാത്ത, അല്ലെങ്കിൽ മാറ്റി നിർത്താനാവാത്ത, ഒരിക്കലും നമുക്ക് നിരാകരിക്കാനാവാത്ത, അൺഡിനയബിൾ ആയിട്ടുള്ള, ഡിനൈ ചെയ്യാൻ പറ്റാത്ത, അൺഡിനയബിൾ. കണ്ടസ്റ്റബിൾ, ടു ബി ടെസ്റ്റബിൾ എന്നുള്ളതാണ്. ഡിസ്പ്യൂട്ടബിൾ, തർക്കിക്കാവുന്ന. ഡൗട്ടബിൾ, വീണ്ടും ഡൗട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. റിഫ്യൂട്ടബിൾ, ടു നെഗേറ്റ് എന്നുള്ളതാണ്. റെഫ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന. ഈ അൺഡിനേബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു തരത്തിലും അതിനെ ചോദ്യം ചെയ്യാൻ കഴിയില്ലാത്ത, അല്ലെങ്കിൽ അതിനെ തള്ളി പറയാൻ കഴിയാത്ത ഒരു ഫാക്റ്റ് ആണ്. ഇറ്റ്സ് എൻ അൺഡിനേബിൾ ഫാക്ട്. ഇറ്റ്സ് എ ഫാക്ട് ദാറ്റ് യു കനോട്ട് ഡിനൈ എന്നാണ് ഈ പറയുന്ന വാക്കിന്റെ അർത്ഥം. സോ ഡെഫിനറ്റ്ലി നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് സി ആണ്. ആൻസർ ഇസ് ഡെഫിനറ്റ്ലി സി, അൺഡിനേബിൾ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. fill in the blank 1 ആണ് ചോദിച്ചിരിക്കുന്നത്. The oil dependency of European countries on Russia has emerged as a complex and multifaceted issue dash woven into geopolitical dynamics. എങ്ങനെ woven? കോംപ്ലക്സ് woven എന്ന് ഒരിക്കലും പറയില്ല. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, woven എന്നുള്ള വേർഡ് അതൊരു വെർബാണ്. വെർബിന് മുൻപ് വരുന്ന വാക്ക് തീർച്ചയായിട്ടും ഒരു ആഡ്വേർബ് ആയിരിക്കണം. നമുക്കറിയാം, ഒരു നൗണിനെ വിശേഷിപ്പിക്കുന്നതാണ് അഡ്ജക്റ്റീവ്, വെർബിനെ വിശേഷിപ്പിക്കുന്നത് ആഡ്വേർബ് ആണ്. ഇവിടെ woven into the geopolitical dynamics എന്നാണ്. woven is a verb and definitely so the word just before it should be a adverb. അതിന് തൊട്ട് മുൻപുള്ള വാക്ക് ഒരു ആഡ്വേർബ് ആയിരിക്കണം. ഇവിടെ കോംപ്ലക്സ്, എലാബറേറ്റ് എന്ന് പറയുന്ന ഈ രണ്ട് വാക്കുകളും ആഡ്ജക്റ്റീവ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സോ ഇറ്റ് ക്യാൻ നോട്ട് ബി ദി ആൻസേഴ്സ്. ഇനി ഡെലിബറേറ്റ്ലി woven എന്ന് നമ്മൾ ഒരു പ്രയോഗം നടത്താറില്ല. ഡെലിബറേറ്റ്ലി woven എന്ന് പറയാറില്ല. ആൻഡ് കോംപ്ലിക്കേറ്റഡ്ലി woven എന്ന് നമ്മൾ പറയില്ല. ഇറ്റ് ഈസ് ഇൻട്രിക്കേറ്റ്ലി woven. വളരെ സൂക്ഷ്മമായിട്ട്, ഇൻട്രിക്കേറ്റ് ആയിട്ട് woven ആണ് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന വേർഡ്. സോ ദി ആൻസർ ഇസ് ഡെഫിനറ്റ്ലി എ, ഇൻട്രിക്കേറ്റ്ലി എന്നുള്ളതാണ് ആൻസർ. അടുത്തത് fill in the blank 3 ആണ് ചോദിച്ചിരിക്കുന്നത്. Let's see the question. This heavy dependence exposes them to potential vulnerabilities as disruptions in the supply
chain or dash in oil prices can have significant economic and political ramification. Dash in oil prices. Oil prices ഉണ്ടാകുന്ന എന്ത് എന്നുള്ളതാണ്. സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ അത് വളരെ സ്റ്റേബിൾ ആയിട്ട് അധികം മാറാതെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ സ്റ്റെബിലിറ്റി എന്ന് വിളിക്കുക. ഇനി കൺസിസ്റ്റൻസി is also somewhat similar to stability. സ്റ്റെഡിനെസ്സും സിനോണിമസ് ആയിട്ട് വരുന്ന ഒരു വാക്കാണ്. സ്റ്റെഡിനെസ്സും സിനോണിമസ് ആയിട്ട് വരുന്ന വാക്കാണ്. In this case, ഈ vocabulary based questions in case you don't understand the words അല്ലെങ്കിൽ ഇതിൽ ഇപ്പോൾ ഏതാണ് ഈ കോണ്ടെക്സ്റ്റിൽ ഉപയോഗിക്കേണ്ട പദം എന്ന് നമുക്ക് അറിയില്ലെങ്കിൽ you can always use this elimination method. ഇതിൽ ബാക്കി കൊടുത്തിരിക്കുന്ന 4 ഓപ്ഷൻസും സിമിലർ മീനിങ് വരുന്ന അല്ലെങ്കിൽ ഓൾമോസ്റ്റ് എങ്കിലും സിനോണിമസ് ആയിട്ട് വരുന്ന വാക്കുകളാണ്. അതിൽ ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്ന വാക്ക് എന്ന് പറയുന്നത് ഫ്ലക്ച്വേഷൻസ് എന്നുള്ളതാണ്. പിന്നെ നമുക്കറിയാം കോണ്ടെക്സ്റ്റ് പ്രകാരം സ്റ്റഡി ആയിട്ട് പ്രൈസ് നിൽക്കുന്നതിനെ പറ്റി നമ്മൾ വെറി ചെയ്യേണ്ട കാര്യമില്ല. ചെയിൻ ഓ ഫ്ലക്ച്വേഷൻസ് ഇൻ ഓയിൽ പ്രൈസസ് നിരന്തരം ഫ്ലക്ച്വേറ്റ് ചെയ്തു മാറുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. സോ ദി ആൻസർ ഇസ് ഡെഫിനറ്റ്ലി ബി, ഫ്ലക്ച്വേഷൻസ്. ബി ആണ് ആൻസർ. ഫ്ലക്ച്വേഷൻസ് എന്നുള്ളതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. Next we have another question, 1 or 2, last question of this part, vocabulary based fillers in അവസാന question ആണ്. Fill in the blank 4 ആണ് ചോദിച്ചിരിക്കുന്നത്. Furthermore, the oil dependency on Russia also creates intricate webs of political and economic dash, disconnection, isolation, separation, interplay, unrelatedness. ഇവിടെ പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് റിലേഷൻസ് എന്ന് പറയുന്നത് നമുക്കൊരു പരിധി വരെ അംഗീകരിക്കാവുന്നതാണ്. പക്ഷെ ഇവിടെ കൊടുത്തിരിക്കുന്ന അൺറിലേറ്റഡ്നെസ് എന്നുള്ളൊരു വേർഡാണ് വിച്ച് ക്യാൻ ബി ടോട്ടലി എലിമിനേറ്റഡ്. നമുക്കത് പരിഗണിക്കേണ്ടേ വരുന്നില്ല. കാരണം ഓയിൽ ഡിപ്പെൻഡൻസിയെ പറ്റിയാണ് പറയുന്നത്. ഡിപ്പെൻഡൻസി ഉള്ളപ്പോൾ റിലേറ്റഡ്നെസ് ഇല്ലാത്ത അൺറിലേറ്റഡ്നെസ്സിലേക്ക് വരില്ല. ഇറ്റ് ഡസ് നോട്ട് കോസ് സെപ്പറേഷൻ, ഇറ്റ് ഡസ് നോട്ട് കോസ് കംപ്ലീറ്റ് ഐസൊലേഷൻ, ഇറ്റ് ഡസ് നോട്ട് കോസ് ഡിസ്കണക്ഷൻ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് ഒരേ സ്വഭാവമുള്ള അല്ലെങ്കിൽ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ട് വരുന്ന വാക്കുകളെ അടുപ്പിച്ചടുപ്പിച്ച് കാണുമ്പോൾ അതിനെല്ലാം കൂടെ ഗ്രൂപ്പ് ചെയ്തിട്ട് എക്സെപ്ഷണൽ ആയിട്ട് നിൽക്കുന്ന വേർഡ് ഏതാണ് എന്ന് നോക്കുക. പിന്നെ കോണ്ടെക്സ്റ്റ് പ്രകാരം ഓയിൽ ഡിപ്പെൻഡൻസി ഉണ്ടാകുമ്പോൾ എന്ത് വരും? രാജ്യങ്ങൾ തമ്മിൽ there should be a webs of political and economic interplay. So the answer is interplay. Option D, interplay എന്നുള്ളതാണ് നമുക്ക് ഇവിടെ വരുന്ന ശരി ഉത്തരം എന്ന് പറയുന്നത്. So the right answer for question number 1 or 2 is definitely interplay. Now let's see. 4 statements have been mentioned below. 1 or more statements may contain an error. It may contain a grammatical or a contextual error. Identify the correct statement. So this is our question. എറർ കറക്ഷൻസ് ആണ് പൊതുവിൽ ഇംഗ്ലീഷ് പാർട്ടിൽ ഏറ്റവും അധികം കൺഫ്യൂസിങ് ആകുന്നത്. പ്രത്യേകിച്ച് വെൻ ഇറ്റ് കംസ് ടു ദി RBI ക്വസ്റ്റ്യൻ, ദി ക്വസ്റ്റ്യൻ ഇസ് നോട്ട് വെരി ഡയറക്റ്റ്. പൊതുവെ മറ്റ് പല എക്സാമുകൾക്കും യു വിൽ ബി ഗിവൺ എ സ്റ്റേറ്റ്മെന്റ്, അതിൽ എറർ എന്താണ് എന്ന് കണ്ടുപിടിച്ചാൽ മതി. ഹിയർ യു ആർ നോട്ട് ഈവൻ ഷുവർ ഇഫ് ദ സെന്റൻസ് ഹാസ് എൻ എറർ. ഈ തന്നിരിക്കുന്ന 5 സെന്റൻസുകളിൽ അല്ലെങ്കിൽ 4 സെന്റൻസിൽ ഏതെങ്കിലും ഒക്കെ സെന്റൻസുകളിൽ എറർ ഉണ്ടാകും. സോ യു നീഡ് ടു ഐഡന്റിഫൈ one particular sentence without an error. Correct statement ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്, which means all the other sentences might have an error. ഇവിടെ നോക്കുക, ഇതിലെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. The Chimney Sweeper is a poignant poem written by William Blake during the Romantic era, which delves into the harsh realities of child labor and societal indifference. Sentence correct ആണ്. The sentence does not have any errors in it. One of the prominent themes in the Chimney Sweeper is the exploitation and suffering endured by young chimney sweepers who were often impoverished children forced into hazardous labor. Again, errors onnuilla. From a social commentary perspective, Blake critiques the oppressive societal structures and the dehumanization of individuals within industrialized societies. Grammatically, structurally, okay, our sentence is correct. The poem serves as a call to action, urging readers to question and challenge the unjust systems that perpetuate such suffering. Again, this sentence is also right, which means there is no incorrect statement, which gives you none of the above. It should be probably all of the above എന്നുള്ളതായിരിക്കാം ഒരുപക്ഷെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരുന്നത്. The answer is definitely E, none of the above അല്ലെങ്കിൽ all of the above, because all the statements are grammatically correct. ആ തന്നിരിക്കുന്ന സെന്റൻസുകളിൽ തെറ്റായിട്ട് വരുന്ന സ്റ്റേറ്റ്മെന്റ് ഇല്ല എന്നുള്ളതാണ്. Now let's see another question. 4 statements have been mentioned below. 1 or more statements may contain an error.
It may contain a grammatical or contextual error. Identify the statement. അപ്പോൾ എറർ ഉള്ള സെന്റൻസ് ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. Now here you are supposed to find out a sentence with an error. ഇതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്, എറർ ഇല്ലാത്ത സെന്റൻസ് ആണ് നമ്മൾ. You need to identify the correct statement. തെറ്റില്ലാത്ത സെന്റൻസ് ഒരെണ്ണമായിരിക്കും ഉണ്ടാവുക, which means all the other sentences might have an error. അപ്പോൾ ഇവിടെയാണ് നമുക്ക് പ്രശ്നം വരുന്നത്. യു ഹാവ് ടു ഐഡന്റിഫൈ എറേഴ്സ് ഇൻ ഈച്ച് സെന്റൻസ്. ഇതിലെ ഓരോ സെന്റൻസുകളിലെയും എറർ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. Now let's read the first sentence. Coleridge did employed rich and sensory imagery throughout the poem, creating a vivid, immersive experience for the reader. ഇവിടെ നോക്കുക, Coleridge did employed. നമ്മൾ പാസ്റ്റ് ടെൻസ് ആക്കുന്ന സമയത്ത് ഡിഡ് ചേർക്കേണ്ട ആവശ്യമില്ല. ഡിഡ് ഈസ് അസ്യൂം ടു ബി ദർ. നമ്മൾ നെഗറ്റീവ് ആക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ഡിഡ് പ്ലസ് നോട്ട് ചേർത്ത് ഡിഡ് നോട്ട് എംപ്ലോയ് എന്ന് പറയുന്നത്. എഗെയിൻ ഡിഡ് എന്നുള്ള ഒരു പാസ്റ്റ് ഫോം ചേർക്കുന്ന സമയത്ത് വി ഡോണ്ട് യൂസ് ദി പാസ്റ്റ് ടെൻസ് ഫോം. കോൾറിഡ്ജ് ഡിഡ് എംപ്ലോയ് എന്ന് വേണമെങ്കിൽ പറയാം. ഡിഡ് എംപ്ലോയ് ഒന്ന് എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചില സമയങ്ങളിൽ അത്തരത്തിലുള്ള ഒരു യൂസേജ് ഇംഗ്ലീഷിൽ ഉണ്ട്. പക്ഷെ അപ്പോഴും യു ഡോണ്ട് യൂസ് ഡബ്ലിംഗ്. ഇവിടെ രണ്ട് പാസ്റ്റ് ഉപയോഗിക്കേണ്ട. ഡിഡ് ഓൾറെഡി പാസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഡിഡിന് ശേഷം വരുന്ന വെർബ് എപ്പോഴും V1 ഫോമിലാണ്. ഇവിടെ എംപ്ലോയിഡ് എന്ന് കൊടുത്തിരിക്കുന്നു. സോ ദാറ്റ് ഈസ് ആൻ എറർ. സോ ഫസ്റ്റ് സെന്റൻസിന് തീർച്ചയായിട്ടും എറർ ഉണ്ട്. രണ്ടാമത്തെ സെന്റൻസ് നോക്കാം. ദ ഫ്രാഗ്മെന്റഡ് സ്ട്രക്ചർ ഓഫ് കുബ്ല ഖാൻ is notable. Coleridge famously will claimed. വളരെ ഒബ്വിയസ് ആയിട്ടുള്ള ഒരു മിസ്റ്റേക്ക് ആണ് will claimed എന്നുള്ളത്. ഫേമസ്ലി ക്ലെയിംഡ് എന്ന് മതി. വിൽ എന്നുള്ളത് നമ്മൾ ചേർക്കുന്നത് ഫ്യൂച്ചർ ടെൻസിന് വേണ്ടിയിട്ടാണ്. വിൽ ഇസ് ജനറലി യൂസ്ഡ് അലോങ് വിത്ത് ഫ്യൂച്ചർ ടെൻസസ്. ഇവിടെ കൊടുത്തിരിക്കുന്ന സെന്റൻസ് ഫ്യൂച്ചർ അല്ല, നമ്മൾ കംപ്ലീറ്റ് പാസ്റ്റ് ടെൻസിലാണ് പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. വിച്ച് ഗിവ്സ് us the error. will claimed എന്നുള്ളത് claimed എന്ന് മാത്രം ഉപയോഗിച്ചാൽ മതി. The poem was a result of an opium-induced dream and that he was unable to complete it due to an interruption. അടുത്തത്, Coleridge will being portrayed the Khan's pleasure doom as a symbol of an idealized utopian world. Will being portrayed. ഇതും തെറ്റാണ്. നമ്മൾ പറയുന്ന കോണ്ടെക്സ്റ്റ് മുഴുവൻ പാസ്റ്റ് ടെൻസ് ആണ്. കാരണം 1700കളുടെ അവസാനം എഴുതപ്പെട്ട ഒരു കവിത അതെങ്ങനെ എഴുതി അല്ലെങ്കിൽ അത് എഴുതാനുണ്ടായ സാഹചര്യമാണ് സെന്റൻസിൽ മുഴുവൻ പറഞ്ഞു പോകുന്നത്. അപ്പൊ അത് പണ്ട് കഴിഞ്ഞു പോയൊരു കാര്യമാണ്. പാസ്റ്റ് ടെൻസ് ആണ്, കഴിഞ്ഞു പോയ ഭൂതകാലമാണ്, പാസ്റ്റ് ടെൻസ് ആണ്. പാസ്റ്റ് ടെൻസിന്റെ കൂടെ വിൽ എന്നുള്ള പ്രയോഗം ചേർക്കില്ല, ബീയിങ്ങും ചേർക്കില്ല. ബീയിങ് നമ്മൾ ചേർക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത് നമ്മൾ ബി പ്ലസ് ING ചേർക്കുന്നതാണ്. അത് സാധാരണഗതിയിലുള്ള ഒരു സെന്റൻസ് സ്ട്രക്ചറിൽ നമ്മൾ ഉപയോഗിക്കുന്നതല്ല. വിൽ ബി പോർട്രേഡ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഹി വിൽ ബി പോർട്രേഡ്, അത് നമ്മൾ സാധാരണ റിപ്പോർട്ടഡ് സ്പീച്ചിലൊക്കെയാണ് കൂടുതലായിട്ടും ഉപയോഗിക്കുക. ഇവിടെ വിൽ ബീയിങ് എന്നുള്ളത് തെറ്റാണ്. പോർട്രേഡ് എന്ന് മാത്രം ഉപയോഗിച്ചാൽ മതി ടു മേക്ക് ഇറ്റ് സിമ്പിൾ പാസ്റ്റ്. സിമ്പിൾ പാസ്റ്റിന്റെ സെന്റൻസ് സ്ട്രക്ചർ നിങ്ങൾക്ക് അറിയാമായിരിക്കും. സബ്ജക്ട് പ്ലസ് വെർബിന്റെ V2 ഫോം പ്ലസ് ഓബ്ജക്റ്റ് എന്നുള്ള ആ ഒരു സ്ട്രക്ചറാണ് നമ്മളിവിടെ ഫോളോ ചെയ്യേണ്ടിയിരുന്നത്. സോ ദർ ഈസ് an error in sentence number 3. Kubla Khan is a complex and evocative poem that delves into the themes of imagination, nature, creativity, and the boundaries of human experience. Through its mesmerizing imagery, dreamlike structure, and exploration of power of the mind, Coleridge invites readers to embark on a journey through the realms of imagination, challenging conventional boundaries and opening up new vistas of thought and inspiration. Though the sentence is a much, much bigger one, there is no error in the sentence. സെന്റൻസ് ഒരു അല്പം വലുതാണ്. നമ്മളത് അതിലെവിടെയെങ്കിലും എറർ ഉണ്ടോ എന്ന് നമ്മൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് കുറേയധികം ശ്രമിക്കും. പക്ഷെ അതിൽ എറർ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ദർ ഇസ് നോ എറർ ഇൻ ദ ഗിവൺ സെന്റൻസ്. ലാസ്റ്റ് സെന്റൻസ് നോക്കുക. കുബ്ല ഖാൻ ഈസ് ആൻ ട്രാൻസ്ഫോർമേറ്റീവ് പവർ. ഇതിൽ രണ്ട് തെറ്റുകളുണ്ട്. ഒന്ന് ആൻ എന്ന് പറയുന്നത്, നമുക്കറിയാം ആൻ ചേർക്കുന്നത് ആർട്ടിക്കിൾസിന് മുമ്പാണ്. ആർട്ടിക്കിൾ ആൻ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ചേർക്കുന്നത് വൊവൽസിന് മുൻപാണ്. വൊവൽ സൗണ്ട്സിൽ തുടങ്ങുന്ന വാക്കുകൾക്ക് മുൻപ് ആൻ ചേർക്കുകയും കൺസണന്റ് സൗണ്ട്സോട് കൂടി തുടങ്ങുന്ന വാക്കുകൾക്ക് മുൻപ് എ ചേർക്കുകയുമാണ് നമ്മൾ ചെയ്യുക. ആർട്ടിക്കിൾസിനെ സംബന്ധിച്ചുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ട്രാൻസ്ഫോർമേറ്റീവ് എന്നുള്ള വാക്ക് ടിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആൻ ട്രാൻസ്ഫോർമേറ്റീവ് എന്നുള്ളത് തെറ്റാണ്. അതൊന്ന്. രണ്ട്, ഈസ് എന്നുള്ളത് കുബ്ല ഖാൻ has a transformative power of imagination, അല്ലെങ്കിൽ കുബ്ല ഖാൻസ് transformative power of imagination and its ability to transport the readers. അപ്പൊ രണ്ടാമത്തതിൽ ഇറ്റ്സ് കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ആദ്യ ഭാഗവും വരേണ്ടത് കുബ്ല ഖാന്റെ എന്ന അർത്ഥത്തിൽ ഒരു അപ്പോസ്ട്രോഫി എസ് അവിടെ ചേർത്താൽ മതിയായിരുന്നു. ഈസ് ആൻഡ് ആൻ അവിടെ കളഞ്ഞിട്ട് അപ്പോസ്ട്രോഫി എസ് ആയിരുന്നു വരേണ്ടത്. വിച്ച് reduces us options
കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഡി മാത്രമാണ്. സോ ദി ആൻസർ ഇസ് ഡെഫിനറ്റ്ലി ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി മാത്രമാണ് ഇതിൽ ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള സെന്റൻസ് എന്ന് പറയുന്നത്. Now let's see which of the following sentences from the options given below is not coherent with the central idea of the other sentences. നമുക്ക് വായിച്ചു നോക്കുമ്പോൾ അറിയാം, ഹോൾ പാരഗ്രാഫ് പറഞ്ഞു പോകുന്നത് ഒരു വിഷയത്തെ സംബന്ധിച്ചായിരിക്കും. ആ വിഷയവുമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്ത അല്ലെങ്കിൽ ഡയറക്ട്ലി ബന്ധമില്ലാത്ത മറ്റൊരു കാര്യത്തെ പറ്റി പറയുന്ന ഒരു സെന്റൻസ് ഉണ്ടാകും. വളരെ എളുപ്പമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻസ് കമ്പാരിറ്റീവ്ലി എളുപ്പമുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഇത്. വായിച്ച് നമുക്ക് ഏകദേശം അർത്ഥം മനസ്സിലാകുമ്പോൾ അറിയാം അത് ടോപ്പിക്കിൽ നിന്ന് വിട്ടുപോകുന്നു, അല്ലെങ്കിൽ ബാക്കി സെന്റൻസുകളെല്ലാം പറയുന്ന ടോപ്പിക് അല്ല ഈ പെർട്ടിക്കുലർ സെന്റൻസ് ഡിസ്കസ് ചെയ്യുന്നത് എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. സോ നൗ ലെറ്റ്സ് സീ വിച്ച് ഓഫ് ദി ഫോളോയിങ് സെന്റൻസ് ഈസ് എ എക്സെപ്ഷണൽ വൺ, അല്ലെങ്കിൽ ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് സെന്റൻസ് ഇതിൽ ഏതാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. The rewriting of history is a phenomenon that occurs when the narratives, interpretations and accounts of past events are revised or altered to align with particular ideologies, political agendas or societal perspectives. ഇവിടെ അറിയാം, റീറൈറ്റിംഗ് ഓഫ് ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് ആദ്യത്തെ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. Now let's see. This process involves re-evaluating and reinterpreting historical events. Re-evaluating and reinterpreting historical events. തീർച്ചയായിട്ടും അതിന്റെ കണ്ടിന്യൂഷൻ ആണ്. എന്താണ് റീറൈറ്റിംഗ് ഹിസ്റ്ററി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതിന്റെ ബാക്കിയാണ് വരുന്നത്. ദി ആക്ട് ഓഫ് റീറൈറ്റിംഗ് ഹിസ്റ്ററി ക്യാൻ ബി a contentious and complex endeavor. റീറൈറ്റിംഗ് ഹിസ്റ്ററി ആണ് അഗെയിൻ സബ്ജക്ട് മാറ്റർ എന്ന് പറയുന്നത്. Those who engage in rewriting history often seek to challenge existing power structures, rectify historical injustices or provide a more inclusive representation of diverse experiences. Again, rewriting history എന്നുള്ളത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നു. സോ സെന്റൻസ് ഡിയുടെയും ടോപ്പിക് ഓഫ് ഡിസ്കഷൻ എന്ന് പറയുന്നത് റീറൈറ്റിംഗ് ഹിസ്റ്ററി തന്നെയാണ്. Now let's see the last sentence. The Mughal period witnessed its highest peak during the reign of Akbar the Great. As far as the most intolerant king is concerned, in the history of Mughal Empire, Aurangzeb tops the charts. നോക്കുക, ഇതുവരെ പറഞ്ഞത് ഈവൻ ദോ മുഗൾ എന്ന് പറയുന്നത് ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ പോലും ചരിത്രത്തിന്റെ പുനർരചനയെ പറ്റി, റീറൈറ്റിംഗ് ഹിസ്റ്ററിയെ പറ്റിയാണ് ബാക്കി സെന്റൻസുകളെല്ലാം പറഞ്ഞു പോയിക്കൊണ്ടിരുന്നത്. ഇവിടെ അതൊരു എക്സെപ്ഷണൽ കേസാണ്. ലാസ്റ്റ് സെന്റൻസ് കംപ്ലീറ്റ്ലി മുഗൾ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് പറയുന്നത്. സോ ദി എക്സെപ്ഷണൽ കേസ് എന്ന് പറയുന്നത് ആൻസർ ഇ ആണ്. ഇ ഈസ് നോട്ട് കണ്ടിന്യൂയിങ് ദി ഐഡിയ ഓഫ് ദി അതർ സ്റ്റേറ്റ്മെന്റ്സ്. നമ്മുടെ ആൻസർ ഇ ആണ്. സിമിലർ ആയിട്ടുള്ള അടുത്തൊരു ചോദ്യമാണ്. Which of the following sentence from the options given below is not coherent with the central idea of the other sentences? Cultural repatriation, also known as cultural restitution or cultural heritage repatriation, refers to the return of artifacts, artworks and cultural objects to their countries of origin. നമുക്കറിയാം, നമ്മൾ പലപ്പോഴും എവിടെയെങ്കിലും ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കൊളോണിയൽ കാലഘട്ടങ്ങളിൽ ഇന്ത്യയിൽ നിന്നുള്ള ഒരുപാട് വിലപിടിപ്പുള്ള രത്നങ്ങളും മറ്റ് അമൂല്യ നാണയങ്ങളും ഒക്കെ കൊള്ളയടിക്കപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ബ്രിട്ടീഷുകാരൊക്കെ കൊള്ളയടിച്ചിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ കൊള്ളയടിക്കപ്പെട്ട ട്രഷേഴ്സിനെ, നാഷണൽ ട്രഷേഴ്സിനെ തിരികെ നൽകുന്ന ഒരു പ്രോസസ്സിനെയാണ് ഈ പറയുന്ന കൾച്ചറൽ റീപാട്രിയേഷൻ എന്ന് പറയുന്നത്. സോ നമുക്കറിയാം, ആദ്യത്തെ സെന്റൻസ് കൾച്ചറൽ റീപാട്രിയേഷൻ ആണ്. രണ്ടാമത്തെ സെന്റൻസ് വരുമ്പോൾ നമുക്ക് നോക്കാം. The movement of highly skilled people is called the brain drain. It refers to the migration of the highly skilled and talented individuals from home countries. ഇവിടെ ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ സെന്റൻസിലെ ഡിസ്കഷൻ. 3, cultural repatriation is driven by the recognition of cultural and symbolic significance of these objects. അടുത്ത സെന്റൻസിലും the repatriation process typically involves legal, ethical and diplomatic considerations. It requires extensive research, documentation and negotiations between the parties involved. Again, the topic of discussion is the repatriation. Advocates argue that cultural repatriation, വീണ്ടും റീപാട്രിയേഷൻ. സോ നമുക്കിത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു കീ വേർഡ് കിട്ടിക്കഴിയുമ്പോൾ ആ കീ വേർഡ് ബാക്കി എല്ലാ സെന്റൻസുകളിലും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ബിസൈഡ്സ് വൺ, ഒരൊറ്റ സെന്റൻസിൽ ഒഴികെ ബാക്കി എല്ലാത്തിലും സെയിം ടോപ്പിക് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. വി ഹാവ് ദ സെന്റൻസ് ബി വിച്ച് ടോക്സ് അബൌട്ട് ബ്രെയിൻ ഡ്രെയിൻ. ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയുന്ന വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കുന്ന ഈ ഓപ്ഷൻ ബി മാത്രമാണ് ഇതിലൊരു എക്സെപ്ഷൻ ആയിട്ട് നിൽക്കുന്നുള്ളൂ. സോ ആൻസർ ഇസ് ഡെഫിനറ്റ്ലി ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. വി ഹാവ് ദി റൈറ്റ് ആൻസർ ആസ് ഓപ്ഷൻ ബി. Now, in the questions given below, sentence has been divided into different segments. Some of these segments contain grammatical errors.
ഐഡന്റിഫൈ ദ പാർട്ട് വിച്ച് കണ്ടെയ്ൻസ് എറേഴ്സ് ആൻഡ് ഇഗ്നോർ ദി എറേഴ്സ് ഓഫ് പങ്ക്ച്വേഷൻസ് ഇഫ് എനി. ഇവിടെ എറർ കറക്ഷൻസ് ആണ്. എറർ കറക്ഷൻ ഇല്ല. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് in these questions you don't have to correct the sentence. ഇത് തിരുത്തേണ്ട ആവശ്യമില്ല. എറർ ഉണ്ടെന്നുള്ളത് സ്പോട്ട് ചെയ്താൽ മതി. അപ്പൊ RBIയുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു പ്രത്യേകത എറർ സ്പോട്ടിംഗ് ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളൂ. യു ആർ നോട്ട് സപ്പോസ് ടു കറക്റ്റ് ദ മിസ്റ്റേക്സ്. റെക്ടിഫൈ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. Now let's see which part of the sentence has an error. ഈ ഓപ്ഷൻസ് നോക്കണം. കോമ്പിനേഷനിലാണ് കൊടുത്തിരിക്കുന്നത്. 1 and 5, 3 and 2, അങ്ങനെ ആ രീതിയിൽ 2 and 3, 3 and 4, 2 and 5, 1 and 3 ഈ രീതിയിൽ കോമ്പിനേഷനിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ യു ക്യാൻ ഗസ് മോർ ദാൻ വൺ പാർട്ട് ഓഫ് ദ സെന്റൻസ് ഡെഫിനറ്റ്ലി ഹാസ് എൻ എറർ. ഏതെങ്കിലും രണ്ട് ഭാഗങ്ങളിൽ തീർച്ചയായിട്ടും എറർ ഉണ്ട് എന്നുള്ളത് ഉറപ്പിക്കുക. Now read the sentence. The persisting issue of the gender pay gap characterizing by the disparity. Characterizing by the disparity. ഈ ing എന്നുള്ള വേർബിന്റെ ഫോം, വേർബിന്റെ ing ഫോം രണ്ട് സാഹചര്യങ്ങളാണ് ഉപയോഗിക്കുക. ഒന്ന് കണ്ടിന്യൂസ് ടെൻസിൽ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇനി കണ്ടിന്യൂസ് ടെൻസിൽ അത് പ്രസന്റ് ആയിക്കോട്ടെ, പാസ്റ്റ് ആയിക്കോട്ടെ, ഫ്യൂച്ചർ ആയിക്കോട്ടെ. പ്രസന്റ് ആണെങ്കിൽ ഈസ് അല്ലെങ്കിൽ ആർ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പാസ്റ്റ് ആണെങ്കിൽ വാസോ വേറിനോടൊപ്പമാണ് ing ഉപയോഗിക്കുക. ഫ്യൂച്ചർ ആണെങ്കിൽ വിൽ ബി ചേർത്താണ് നമ്മൾ ing ഉപയോഗിക്കുക. അപ്പൊ ഇവിടെ പാസ്റ്റ് ടെൻസിൽ പറയുന്ന സാഹചര്യത്തിൽ ing ചേർക്കുകയാണ് എങ്കിൽ അവിടെ ഒരു ഹെൽപ്പിംഗ് വെർബ് തീർച്ചയായിട്ടും വരണമായിരുന്നു. ഇവിടെ ക്യാരക്ടറൈസ്ഡ് ബൈ ഡിസ്പാരിറ്റി എന്നുള്ളതായിരുന്നു ശരിയായിട്ട് വരേണ്ട പ്രയോഗം. ക്യാരക്ടറൈസ്ഡ് ബൈ ദ ഡിസ്പാരിറ്റി in earnings between men and women in the workforce. So part 1 definitely there is an error. It's a complex and multifaceted phenomenon that encompasses a multitude of interconnected factors including societal norms, occupational segregation, discrimination, limited access to career advancement opportunities, and the undervaluation of traditionally female-dominated industries, all of which contribute to the perpetuation of an unjust and inequitable system that undermines gender equality and hinders the realization of true economic and social progress. And inequitable system. Now the error is in the fifth part. An inequitable system that undermine. സിസ്റ്റം എന്നുള്ളത് സിംഗുലർ ആണ് അല്ലെ. ആൻഡ് ഇനിക്വിറ്റബിൾ സിസ്റ്റം ദാറ്റ് അണ്ടർമൈൻ ജെൻഡർ ഇക്വാലിറ്റി എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ജെൻഡർ ഇക്വാലിറ്റിനെ അണ്ടർമൈൻ ചെയ്യുന്ന ഒരു സിസ്റ്റത്തെ പറ്റിയാണ് പറയുന്നത്. സിസ്റ്റംസ് അല്ല. സിസ്റ്റം എന്നുള്ളത് സിംഗുലർ ആണ്, വിച്ച് മീൻസ് യു ഹാവ് ടു ഗിവ് എ സിംഗുലർ വെർബ്. നമ്മൾ സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് എന്ന് പറയുന്ന ഒരു ഏരിയ നിങ്ങൾക്ക് അറിയാമായിരിക്കും. സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ചേർക്കുന്ന വെർബ് സിംഗുലർ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ അത് പ്രസന്റ് ടെൻസിന്റെ കേസിൽ സിമ്പിൾ പ്രസന്റിലേക്ക് വരുമ്പോൾ ഒരു എസ് കൂടെ ചേർക്കാറുണ്ട്. ഷീ റൺസ്, ഹി റൺസ്, he eats, he goes to school, Rahul plays football very well എന്നൊക്കെ പറയുന്നിടത്ത് നമ്മൾ plays, goes, eats, sings, sleeps ഇവിടെയൊക്കെ എസ് കൂട്ടിച്ചേർക്കുന്നത് പോലെ അണ്ടർമൈൻ എന്നുള്ളതിന്റെ കൂടെ ഒരു എസ് കൂട്ടിച്ചേർക്കണമായിരുന്നു. ആൻഡ് ഇൻഇക്വിറ്റബിൾ സിസ്റ്റം എന്നായതുകൊണ്ട് സിംഗുലർ ആയതുകൊണ്ട് ദാറ്റ് അണ്ടർമൈൻ ജെൻഡർ ഇക്വാലിറ്റി എന്നുള്ളതാണ് ശരി ഉത്തരം. സോ ദ മിസ്റ്റേക്സ് വേർ ഇൻ പാർട്ട് 1 ആൻഡ് പാർട്ട് 5 വിച്ച് ഗിവ്സ് us A ആൻഡ് ദി ആൻസർ. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, വിച്ച് ഗിവ്സ് യു 1 and 5 ആസ് ആൻസർ. അണ്ടർമൈൻസ് ആക്കണം ആൻഡ് ഫസ്റ്റ് വൺ ക്യാരക്ടറൈസ്ഡ് എന്നും ആക്കണമായിരുന്നു. In the question given below, sentence has been divided. Again same type of question ആണ്. സെന്റൻസിന് 5 ഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു. കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി വലിയൊരു സെന്റൻസ് ആണ് ഇന്നേ ഉള്ളൂ. ബട്ട് ദ സെന്റൻസ് is divided into several parts. You need to identify which part of the sentence have an error. ഇതിൽ എറർ എവിടെയാണ് എന്നുള്ളതാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. Now the sentence goes like this. Rural development, a multifaceted and intricate process, entails the comprehensive and substantial improvement of social, economic and environmental conditions in rural areas, encompassing strategies and interventions that addressing എന്നുള്ളത് that addressing എന്ന് പറയേണ്ട ആവശ്യമില്ല. that address strategies and interventions
that address. അപ്പോൾ പല കാര്യങ്ങൾ പറയുന്നുള്ളതുകൊണ്ട് addresses എന്നുണ്ട്, that address എന്ന് മതി. The unique challenges and opportunities specific to rural context. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ing ഫോം ഉപയോഗിക്കുന്നത് രണ്ട് കേസിലാണ്. ഒന്നില്ലെങ്കിൽ കണ്ടിന്യൂസ് ടെൻസ് ആയിരിക്കണം, അതല്ല എങ്കിൽ ജെറൻഡ് ആയിട്ട്, അതായത് വെർബിന്റെ തന്നെ നൗൺ ഫോമിൽ നമുക്ക് ഉപയോഗിക്കാം. either of the cases does not apply here. ഈ രണ്ട് സാഹചര്യങ്ങളും അല്ല ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ വരുന്നത് വെർബായിട്ട് തന്നെയാണ്, പക്ഷെ അത് കണ്ടിന്യൂസ് ടെൻസും അല്ല. സോ അഡ്രസ് എന്നുള്ളതാണ് അവിടെ ശരിയായിട്ട് ഉപയോഗിക്കേണ്ടിയിരുന്ന ഒരു പ്രയോഗം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, so 2 will definitely mistake ഉണ്ട്. Land and natural resource management, social inclusion and empowerment of marginalized communities, all of which necessitating integrated and participatory approaches. All of which necessitating എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. all of which necessitate integrated and participatory approaches. അവിടെയും ing എന്ന് പറയുന്നത് അനാവശ്യമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നതാണ്. നമ്മൾ പലപ്പോഴും എഴുതുമ്പോഴൊക്കെ റിട്ടേൺ ആയിട്ടൊക്കെ ഉള്ള പല കോണ്ടക്സ്റ്റുകളും നമ്മൾ വരുത്തുന്ന ഒരു തെറ്റാണ്. അതുകൊണ്ടായിരിക്കാം അവർ ഇത്തരത്തിലുള്ള ഈ ing ബേസ്ഡ് ക്വസ്റ്റ്യൻസ് തന്നെ ഈ കണ്ടിന്യൂസ് ടെൻസ് ഫോമിൽ തെറ്റായിട്ട് ഉപയോഗിക്കുന്ന കേസുകൾ ഒരുപാട് കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ ഇത് തന്നെയായിരുന്നു എറർ. ഇവിടെ അഡ്രസ്സിങ്ങും നെസസിറ്റേറ്റിംഗുമാണ് തെറ്റായിട്ട് വന്നിരിക്കുന്നത്. വിച്ച് ഗിവ്സ് us part 2 and part 3 as error parts, which gives you the answer as option C. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് അതുകൊണ്ട് ഓപ്ഷൻ സി ആണ്. അഡ്രസ് എന്നുള്ളത് ആയിരുന്നു വരേണ്ടിയിരുന്നത്. തേർഡ് സെന്റൻസിൽ നെസസിറ്റേറ്റിംഗ് എന്നുള്ളതിന് പകരം നെസസിറ്റേറ്റ് എന്നുള്ളതായിരുന്നു ശരിയായിട്ട് ഉപയോഗിക്കേണ്ടിയിരുന്ന പ്രയോഗം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. Now let's see question number 1 note 10. Again error corrections ആണ്. നമ്മൾ പങ്ക്ച്വേഷൻ എറേഴ്സ് ഒന്നും നോക്കുന്നില്ല, അതല്ലാതെ ഉള്ള എറേഴ്സ് മാത്രം നമ്മൾ കണ്ടെത്തിയാൽ മതി. Now let's see the errors. See the sentence. Artificial intelligence or AI, a rapidly evolving and complex field at the intersection of computer science, mathematics and cognitive science, encompasses a diverse range of technologies, algorithms and methodologies that aim to mimic or simulate human intelligence. ഇവിടെ നോക്കുക, encompasses. ഇവിടെ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നുള്ളതാണ് നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. The subject of the given sentence is artificial intelligence, which is singular. പിന്നെ കോമയ്ക്ക് ശേഷം a rapidly evolving and complex field at the intersection of computer science, mathematics and cognitive science. ഈ ഭാഗം ജസ്റ്റ് കോംപ്ലിമെന്ററി ക്ലോസ്. നമ്മൾ ആ പറഞ്ഞിരിക്കുന്ന സബ്ജക്റ്റിന്റെ പറ്റി കൂടുതൽ ഇൻഫർമേഷൻ നൽകാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു അഡീഷണൽ ക്ലോസ് ആണ് ആ ബ്രാക്കറ്റിന്റെ അകത്ത് വരുന്ന കംപ്ലീറ്റ് കാര്യങ്ങളും. സോ യു ഡോണ്ട് ഹാവ് ടു ബോദർ അബൌട്ട് ദാറ്റ്. ആ സബ്ജക്റ്റ് എന്ന് പറയുന്നത് സിംഗുലർ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന വെർബും സിംഗുലർ ആയിരിക്കണം. എൻകോംപസസ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് തന്നെ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. enabling missions to perform tasks traditionally requiring human cognitive capabilities such as learning, problem solving, pattern recognizing and decision making through the utilizing of advanced machine. Through the utilizing അല്ല, അവിടെ noun ഫോമിലായിരുന്നു ഉപയോഗിക്കേണ്ടിയിരുന്നത്. യൂട്ടിലൈസേഷൻ എന്നൊരു വാക്കാണ് നമുക്കുള്ളത്. യൂട്ടിലൈസിങ് ഓഫ് എന്ന് നമ്മൾ ഒരിക്കലും പറയില്ല. യൂട്ടിലൈസേഷൻ ഓഫ് എന്നാണ് ശരിയായിട്ടുള്ള പ്രയോഗം. സോ ഇറ്റ് ഷുഡ് ഹാവ് ബീൻ യൂട്ടിലൈസേഷൻ ഓഫ് അഡ്വാൻസ്ഡ് മെഷീൻ ലേണിംഗ് മോഡൽസ്, ന്യൂറൽ നെറ്റ്വർക്ക്സ്, നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസിംഗ് ആൻഡ് ഡാറ്റ അനാലിസിസ്. നമുക്കറിയാം 2 എറർ ഉണ്ട് എന്ന് നമുക്ക് കിട്ടി. ലെറ്റ്സ് സീ വാട്ട് ആർ ദ ഓപ്ഷൻസ് ഡു വി ഹാവ്. Third part with profound implications across numerous domains and sectors including healthcare, finance, transportation, manufacturing and entertainment as it holds the potential to revolutionize. അതിലും തെറ്റ് വരുന്നില്ല. Fourth part, industries enhance efficiency, accelerate innovation and being address complex societal challenges. And being address എന്നാണ് കൊടുത്തിരിക്കുന്നത്. ബീയിങ് അഡ്രസ് എന്ന് നമ്മൾ ഒരിക്കലും പറയില്ല. ഒന്ന്, ബീയിങ് എന്നുള്ളത് ഞാൻ പറഞ്ഞു, ബീയിങ് എന്ന് പറയുന്ന ഒരു കേസിൽ നമ്മൾ അപ്പുറത്ത് V3 ഫോമാണ് ചേർക്കുക. ബീയിങ് അഡ്രസ്ഡ്, he was being arrested, he was being sent out, he was being called എന്നൊക്കെ നമ്മൾ പറയുന്നിടത്ത് V3 ഫോമാണ്. ബീയിങ് ചേർക്കുമ്പോൾ അതിന്റെ കൂടെ നമ്മൾ അഡീഷണൽ ആയിട്ട് ചേർക്കുക. ബീയിങ് അതിന്റെ അപ്പുറത്ത് V3 ആണ് വരിക. ഇവിടെ അഡ്രസ്ഡ് എന്നല്ല വന്നിരിക്കുന്നത്, ബീയിങ് അഡ്രസ്ഡ് എന്നാകണമായിരുന്നു. അതല്ലെങ്കിൽ വെറുതെ അഡ്രസ് എന്ന് മാത്രം മതി. ഈ ബീയിങ് ഇവിടെ അനാവശ്യമാണ്. വിച്ച് ഗിവ്സ് us part 4 as the error part. 2 4 ആണ്. 5th പാർട്ടിൽ എറേഴ്സ് ഒന്നുമില്ല. And the future of work necessitating robust regulations, responsible development, interdisciplinary collaborations.
കംപ്ലീറ്റ് കറക്റ്റ് ആണ്. സോ ദി ആൻസർ ഇസ് 2 and 4 which gives us option A as the right answer. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആയിരുന്നു. യൂട്ടിലൈസിങ് എന്നുള്ളത് യൂട്ടിലൈസേഷൻ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉപയോഗം. അതുപോലെ തന്നെ ബീയിങ് അഡ്രസ് എന്നുള്ളത് അഡ്രസ് എന്ന് മതി, ബീയിങ് അവിടെ അനാവശ്യമായിട്ട് ചേർത്തിരിക്കുന്നതാണ്. കാരണം നമുക്കറിയാം വെർബിന്റെ V1 ഫോം ഉപയോഗിക്കുന്ന സാഹചര്യങ്ങളിൽ ഹെൽപ്പിംഗ് വെർബുകൾ ഒന്നും തന്നെ നമ്മൾ ഉപയോഗിക്കാറില്ല. ഹെൽപ്പിംഗ് വെർബിന്റെ ആവശ്യം അവിടെ വരുന്നില്ല എന്നുള്ളത് ഓർത്തിരിക്കുക. This is the last question. അവസാനത്തെ ചോദ്യമാണ്. വീണ്ടും എറർ കറക്ഷൻ ക്വസ്റ്റ്യൻ തന്നെയാണ്. വീണ്ടും യു ആർ ഗിവൺ എ സെന്റൻസ് ആൻഡ് യു ആർ ആസ്ക്ഡ് ടു ഫൈൻഡ് ഔട്ട് ദി എറേഴ്സ് ഇഫ് എനി. അതിൽ ഏത് പാർട്ടിലാണ് മിസ്റ്റേക്ക് എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ക്ലൈമറ്റ് ചേഞ്ച് ഡ്രൈവ്ഡ് ബൈ അക്യുമുലേഷൻ ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ്. നമുക്ക് ആദ്യം തന്നെ അറിയാം ഡ്രൈവ്ഡ് ബൈ എന്ന് പറയില്ല. ഡ്രൈവ് എന്നുള്ള വാക്കിന്റെ ഡ്രൈവ്ഡ് എന്നൊരു വാക്ക് ഫോം തന്നെയില്ല. ഡ്രൈവ് ഡ്രോവ് എന്നുള്ളതാണ്. അതിന്റെ ഡ്രിവൺ എന്നുള്ളതാണ് മൂന്നാമത്തെ ഫോം. ഡ്രിവൺ DRIVEN V3 ഫോം എന്ന് പറയുന്നത് ഡ്രിവൺ ആണ്. സോ ക്ലൈമറ്റ് ചേഞ്ച് ഡ്രിവൺ ബൈ ദി അക്യുമുലേഷൻ ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഇൻ ദി അറ്റ്മോസ്ഫിയർ ഡ്യൂ ടു ഹ്യൂമൻ ആക്ടിവിറ്റീസ് എന്നായിരുന്നു അവിടെ വരേണ്ടിയിരുന്നത്. സോ ദി ഫസ്റ്റ് പാർട്ട് ഇസ് ദി എറർ. ഒന്നിൽ എറർ ഉണ്ട്. And now let's see what other part has. Part 2, including rising global temperatures, altered weather patterns, increased frequency and intensity of extreme events, disruptions. Errors ഒന്നുമില്ല. Part 2 passes. And to ecosystems and biodiversity, shifting agricultural landscapes, water scarcity and threats to human health and livelihood necessitating a comprehensive and coordinated response. Okay, let's see. അതും കുഴപ്പമില്ലാതെ കടന്നു കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഹാസ് എൻകോംപസിങ് മിറ്റിഗേഷൻ എഫേർട്സ് ടു റെഡ്യൂസ് എമിഷൻസ്. ഇപ്പൊ നമുക്കറിയാം ഹാസ് എന്നുള്ളത് നമുക്ക് ഹാസ് അല്ലെങ്കിൽ ഹാവ് നമ്മൾ ചേർക്കുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ കൂടെയാണ്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസുകളുടെ കൂടെയാണ് സാധാരണഗതിയിൽ നമ്മൾ ഹാസ് അല്ലെങ്കിൽ ഹാവ് എന്ന് പറയുന്ന ഹെൽപ്പിംഗ് വെർബ് ഉപയോഗിക്കുക. ആൻഡ് ഹാസ് അല്ലെങ്കിൽ ഹാവ് ചേർത്തതിന് ശേഷം നമ്മൾ V3 ആണ് ഉപയോഗിക്കുക. നിങ്ങൾക്കറിയാമായിരിക്കും ടെൻസുകളിൽ പെർഫെക്റ്റ് ടെൻസുകളിൽ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണെങ്കിൽ സിംഗുലറിന്റെ കൂടെ ഹാസ്, പ്ലൂറലിന്റെ കൂടെ ഹാവ് പ്ലസ് V3 എന്നുള്ളതാണ് സെന്റൻസ് സ്ട്രക്ചർ. അത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലേക്ക് വരുമ്പോൾ ഹാഡ് പ്ലസ് V3 ഫോമിലേക്കും വരുന്നു. ഇവിടെ ഹാസ് ചേർത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഹാസും എൻകോംപസിങ് INGയും ഒരിക്കലും ചേരാത്ത കോമ്പിനേഷൻ ആണ്. യു കെൻ നെവർ ഹാവ് എ V plus ING ഫോം ആഫ്റ്റർ ഹാവ് അല്ലെങ്കിൽ ഹാസ് അല്ലെങ്കിൽ ഹാഡ്. ING ഫോമിന്റെ കൂടെ നമ്മൾ സാധാരണഗതിയിൽ ചേർക്കുക ഈസ് അല്ലെങ്കിൽ വാസ്. പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ വാസ് അല്ലെങ്കിൽ വേർ വരാം. ഈസ് അല്ലെങ്കിൽ പകരം ആറ് വരാം. ഐ ആണെങ്കിൽ ആം വരാം. ഇത്രയുമാണ് കണ്ടിന്യൂസ് ടെൻസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഹെൽപ്പിംഗ് വെർബുകൾ എന്ന് പറയുന്നത്. ആ ഹെൽപ്പിംഗ് വെർബുകൾ വരുന്ന സാഹചര്യത്തിലെ ING ഫോം ഓഫ് വെർബ് ഉപയോഗിക്കേണ്ട ആവശ്യമുള്ളൂ. ഇവിടെ ഹാസ് ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഉപയോഗിക്കേണ്ടിയിരുന്ന വെർബ് ഏതായിരുന്നു? V3 ഫോം ഓഫ് ദി വെർബ് ആണ്. നൗ ഹാസ് എൻകോംപസിങ് മിറ്റിഗേഷൻ എന്നുള്ളത് തെറ്റാണ്. ഹാസിന്റെ ആവശ്യം അവിടെ ഇല്ല. യു ക്യാൻ സ്ട്രൈക്ക് ഔട്ട് ഹാസ്. coordinated response encompassing mitigation efforts to reduce emissions എന്നുള്ളതാണ് ശരിയായിട്ടുള്ള പ്രയോഗം. So that gives you 1 and 4 as the wrong answers, which is option B. Option B ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. ഡ്രൈവ്ഡ് എന്നുള്ളത് ഡ്രിവൺ ആക്കുക, ഹാസ് എൻകോംപസിങ് എന്നുള്ളത് എൻകോംപസിങ് എന്നുമാക്കി മാറ്റുക. We would like to know നിങ്ങൾ എത്ര പേർക്ക് ഇത് ഈ പറയുന്ന ഉത്തരങ്ങളെല്ലാം ശരിയായിട്ട് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ചതിലും ബിരുദമായിട്ട് ആൻസേഴ്സ് വന്ന ഏതെങ്കിലും കേസ് ഉണ്ടോ? പ്ലീസ് ലെറ്റ് മീ നോ ഇൻ ദ കമന്റ്സ്. ലെറ്റ് us know how your exam was. നിങ്ങളുടെ പരീക്ഷയെ നിങ്ങൾ എക്സാം ഹാളിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴും ആൻസേഴ്സ് എല്ലാം ചെക്ക്ഔട്ട് ചെയ്ത് കഴിയുമ്പോഴും നിങ്ങൾ അതിനെ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നു എന്നുള്ളത് കമന്റ്സിൽ അറിയിക്കുക. ആൻഡ് ഇഫ് യു ഹാവ് എനി സജഷൻസ് ഓർ എനി ഡൗട്ട്സ് ടു ക്ലാരിഫൈ, please do put there in the comments. You can also contact to join for the course, and please keep supporting. Thanks for watching. എന്തെങ്കിലും സംശയങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റ്സിൽ ചോദിക്കാവുന്നതാണ്. And see you all again with another video in another session. Thank you.